എന്താ പോയി കുളിക്കടാ. ഇതൊന്നും കഴിഞ്ഞില്ല പ്ലീസ് പ്ലീസ്. എന്റെ മച്ചമ്പി ഇത് എത്ര നേരമാടാ തുടങ്ങിയിട്ട്? ആ പെങ്കൊച്ചിനെ ചെവി അടിച്ചു പോടാ. ഒന്ന് പോടേ. ഹരിയ അവൻ അസൂയ. അതോ അങ്ങോട്ട് ചെന്നാ മതി. പെണ്ണിന് ആങ്ങളമാർ 5 എണ്ണമാ. അച്ഛൻ റിട്ടയർഡ് SP. കല്യാണത്തിന് മുമ്പ് ഒരു ഫോൺ അങ്ങോട്ട് ചെന്നാ പോലീസ് ഏമാനം ഇവന്റെ എല്ലാവരും. ഒരു മിനിറ്റ് കൊടുക്കാം. ഹലോ പാർവതി മാഡം, എനിക്ക് അസൂയല്ല സഹതാപമാണ്. കൊല്ലം 3-4 ആയില്ലേ ഇതിങ്ങനെ തുടങ്ങിയിട്ട്. ഉണ്ട്, വിളിക്കാറുണ്ട്. ഞങ്ങള് നിങ്ങളെ പോലെ ലവ് ബേർഡ്സ് അല്ലല്ലോ. ബ്രോക്കർ കൃഷ്ണൻകുട്ടി ചേട്ടനും അമ്മയും കൂടെ പോയി പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, തീരുമാനിച്ചു. വധുവിനെ കാണാതെ കല്യാണം ഉറപ്പിച്ച അപൂർവം വരന്മാരിൽ ഒരാളാണ് ഹരികൃഷ്ണൻ. 30 വർഷം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന അമ്മയുടെ സെലക്ഷൻ തെറ്റുവോ? കൊള്ളാം, നല്ലൂട്ടിയാ. അതെ, അതിന്റെ ഒരു ത്രില്ലിലാണ്. ജനുവരി 10-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞാനും അമ്മയും വരുന്നുണ്ട് കല്യാണം വിളിക്കാൻ. ഹരി, അവിടെ രാജുവിനെ ആരും അടിക്കുന്നു, വേഗം വാ. എന്താ പ്രശ്നം? നിങ്ങളോട് ചോദിച്ചോക്കടോ. കെട്ടിയോളും കുട്ടികളായിട്ട് ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ? രാജീവൻ, നിന്നോട് ഞാൻ പുറപ്പെട്ടപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത ഏടാകോടത്തിൽ ഒന്നും ചെന്ന് ചാടരുതെന്ന്. ഞാനതിനൊന്നും ചെയ്തില്ല. ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോന്ന്. മാന്യന്മാർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ നിന്നെ എനിക്ക് അറിയാവടാ. നിനക്ക് എത്ര ഭാര്യമാരെന്ന് പറയാം. എടാ ഇവ മാമയുടെ ഹരി, മാമനിലെ നിക്കണോടാ. സോറി മാഡം, ഹസ്ബൻഡ് കുറച്ച് ഓവറാണ്. ഒന്ന് ഇറങ്ങിയിട്ട് വെളി വിട്ടാൽ മതി. ഐ എം സോറി. എന്റെ പൊന്നു സാറേ, ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നിറുകന്തല പെരുക്കുക. പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പോയി. അല്ലെങ്കിൽ രണ്ടിനെയും കയ്യോടെ പിടിക്കാമായിരുന്നു. എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടൽ മുഴുവൻ അവർ തപ്പി. പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു. വെളുക്കണേനും അവിടുന്ന് മുങ്ങി. തിരുവനന്തപുരത്തിനാണോ ഊട്ടിക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ. മറ്റ് സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊക്കത്തില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, സാമുവൽ സാറ് ഞെളിവരി കൊള്ളണ്ട. ഈ കുഞ്ചെറിയ തറവാടിയാ. നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും. ഇല്ലയോ സാറേ? ഇങ്ങൊന്നേ സാറിന് വന്നേ സാറേ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങൊന്നേ. അതെ, കയ്യിൽ കാശ് തീരുമ്പോ രണ്ടും ഇങ്ങ് തിരിച്ചു വന്നോളും. പിന്നെ ഒന്നും നോക്കണ്ട, രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം. തറവാട്ടുകാർ ചിലര് മുറിവുറുപ്പുണ്ടാക്കും. തണ്ടിയും തരവും നോക്കുമ്പോ രണ്ടും 2 തട്ടിലാണല്ലോ. ഏത് പണവശമാണെങ്കിലും ശരി, സമുദായവശമാണെങ്കിലും ശരി. തോന്നിയാസം കാണിച്ചതും പോരാ, കാശും സമുദായം നോക്കണമെന്ന് വെച്ചാ ആളും ആഘോഷവും ഒന്നും വേണ്ട. ഞങ്ങളുടെ പള്ളി കെട്ടിക്കേറുന്നത് കൊണ്ട് സാമുവൽ സാറിന് വിരോധമൊന്നുമില്ലല്ലോ. അതൊന്നും സാരമില്ല, എവിടെ വെച്ചായാലും ഭംഗിയായിട്ട് നടന്നാ മതി. അതാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു പറയണ്ട. പള്ളിക്കൂടംകാരോട് എന്തെങ്കിലും ധീരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. നാട്ടുകാർ ചോദിച്ചാൽ അതിന്റെ ഏനത്തിൽ എന്തെങ്കിലും കാച്ചിയേര്. വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറഞ്ഞാ രായ്ക്ക് രമൻ രണ്ടിനും തപ്പിയെടുത്ത് കൊണ്ടുവരും. പിന്നെ പത്രക്കാരായി നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം? പാപ്പച്ചിയും പറഞ്ഞ അത് തന്നെയാ. ഇളമിടെ മോനെ കോട്ടയം SP. എന്നാ പിന്നെ കുഞ്ചെറിയ അങ്ങോട്ട്. ഓ, ഞാൻ കയറുന്നില്ല മക്കളെ, പിന്നീടാവാം. എന്നതായാലും നമ്മൾ ബന്ധുക്കളാവാൻ പോവല്ലയോ.
എടാ പാപ്പിയേ, എടാ ഉവ്വേ, അതിങ്ങ് എടുത്തേര്. തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെ പെങ്കോ ചിട്ടേച്ച് പോയതാ. സ്ലേറ്റും പുസ്തകവും വെച്ചാട്ടെ. ആ വെച്ചാട്ടെ. ഷെലി, ഷെലി ഞാൻ പോട്ടെ. ഈ നേരത്ത് വീട്ടിൽ വന്ന് ഉണ്ടാവില്ലെന്നറിയാം, അതാ ഇങ്ങോട്ട് വന്നേ. ഇതെന്റെ കസിനാ ഷിജു. ഹായ്. എന്നാ പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നീ നിന്റെ ഫുഡ്ബിയെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വാ. ഇനിയിപ്പോ ഒളിച്ചും പാത്തൊന്നും വേണ്ടല്ലോ. എന്നാ പോവല്ലേ? അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. ഇന്നലെ ബോംബെയിലുള്ള ഇളയമ്മ വിളിച്ചായിരുന്നു. ഷേളിയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണോണ്ട് ഇളയമ്മയ്ക്ക് ഒരേ നിർബന്ധം. ആൻഡ്രൂസിന്റെ ഐലൻഡ് ഒരു ഫോട്ടോ ഉണ്ടല്ലോ. അത് ഇലന്തൂരിലെ പെങ്ങൾ വന്നപ്പോ കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ഇളയമ്മ ഷേർലിക്ക് ഒരു ജോലി ശരിയാക്കി വെക്കാന്നാ പറയുന്നത്. ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി ഷേർലിക്ക് ഇഷ്ടമാണോ? എടാ വിളിച്ചു കയറ്റി കൊണ്ടുപോടാൻ നേരം കളയാതെ. വേണ്ട, പപ്പ ഉള്ളപ്പോ ഒരു ദിവസം വീട്ടിലോട്ട് വാ, ഫോട്ടോ തരാം. ഇപ്പൊ ഞാൻ നടക്കട്ടെ. ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഇനിയും ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലായിരിക്കും. 33% സ്ത്രീ സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ചു പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സതിയുടെയും ശീലാവതിയുടെയും സീതാദേവിയുടെയും ചിത്രങ്ങൾ കാണിച്ച് വോട്ട് തട്ടിയെടുത്തവരാണ് സുഹൃത്തുക്കളെ. പൈതൃകമായ സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ കാട്ടുനീതികളും അനാചാരങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കഴിയുമോ? ഇല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യവസായ വിപ്ലവം എനിക്ക് വയ്യ, എനിക്ക് തീരെ വയ്യ. എനിക്കതിന് മനസ്സ് വരുന്നില്ല. കഴിക്കാൻ 4 ദിവസമായി പിള്ളേര് അവരാരും കഴിച്ചിട്ടില്ല. 4 ദിവസം. നിങ്ങളിത് എന്ത് ഭാവിച്ച? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക. കുടുംബത്തോടെ പട്ടിണി കിടന്നാൽ അത് അറിഞ്ഞു കിട്ടി ഡിസംബർ ഉടനെ തിരിച്ചു വരൂ. അങ്ങനെ വല്ല മായാജാലും അറിയാമെങ്കിൽ ഞാനിവിടെ പട്ടിണി കിടക്കാം. ഇതങ്ങോട്ട് വാങ്ങിച്ച് അരി സാധനങ്ങൾ വാ, വേഗം കാലമാക്ക്. ഞാനും ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോന്നുള്ളൂ. മോളെ, ദൈവത്തിന്റെ സ്ഥാനം നൽകി നിങ്ങൾ യേശുവിനെ ഭജിക്കുന്നു. ഞാനും കുടുംബവും അതേ സ്ഥാനത്ത് രാമനെയും കൃഷ്ണനെയും വെച്ച് ആരാധിക്കുന്നു. നമ്മൾ ആരെയും കൊള്ളയടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയൊന്നും ദൈവം നമുക്ക് തരില്ല. ലിസമ്മ അവളുടേതായ ഒരു തീരുമാനം എടുത്തു. അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അവളുടെ വിധി. വിധിയെ തടുക്കാൻ നമ്മൾ പട്ടി കിടന്നുകൊണ്ടാവൂ? വിശക്കുന്നു, വേഗം ആവട്ടെ. ചെല്ല്. താൻ പോയി കുപ്പായൊക്കെ ഒന്ന് ഒരുപാട്. വീട്ടിലൊരു വിരുന്നേരം വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്?